ഹായ് ഫ്രണ്ട്സ്, കുറെ ദിവസം കൂടി ഇന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞു. ഞാൻ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്ത വർക്കിന്റെ ഒരു ബാലൻസ് ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ ഇതിന്റെ വീഡിയോ എടുത്തത്. ഇപ്പൊ എത്ര ദിവസമായെന്ന് പറയും. ഇപ്പൊ ഇന്ന് കുറച്ച് മഴയൊക്കെ മാറി വെയിലൊക്കെ ആകാൻ തുടങ്ങി കേട്ടോ. അത് കാരണം ഇനി തൊട്ട് വർക്കുകളൊക്കെ പ്രതീക്ഷിക്കാം, പുതിയ പുതിയ വീഡിയോയും പ്രതീക്ഷിക്കാം കേട്ടോ. 2-3 ദിവസം കൂടി കേട്ടോ. വേറെ വർക്കൊന്നും ഇല്ലായിരുന്നു, ഒരു പണിയില്ലെന്നേ. മഴയാതെ ഒരു രക്ഷയില്ല. മഴ കാരണം പണിയില്ല, ഒരു പരിപാടിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഈ ഓണത്തിന് സമയത്ത് പിന്നെ വർക്കുണ്ടായിരുന്നു. ഈ വർഷമായപ്പോഴത്തേന് വീണ്ടും വർക്ക് തുടങ്ങി. ഈ വീഡിയോ ഇഷ്ടപ്പെടാവുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടുത്തെ വർക്കൗട്ടാണ് പോകാനുള്ളത്. ഇനി എന്തായാലും ഓണത്തേക്ക് കാണാം. ഓണത്തിന്റെ വീഡിയോ ചെറിയ വീഡിയോ ഇടാൻ പറ്റുകയില്ല. സൈറ്റിലിപ്പോൾ ആള് വന്നിട്ടില്ല. ആളെ വിളിക്കണം. വഴി വാനം എടുത്ത് കോൺക്രീറ്റ് ചെയ്തേക്കും. ഇത് ലെവൽ ചെയ്ത് ഫില്ല് ചെയ്ത് കയറി പോകാനാട്ടോ. അവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വർക്ക്. ആളെ ഒന്ന് വിളിക്കട്ടെ. ആളെ വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കട്ടെ. വണ്ടി ഈ സൈഡിൽ കയറ്റിയിട്ടുണ്ട്. ഭയങ്കര വെയിലാട്ടോ. വെയിൽ തുടങ്ങി. ഇനി എന്തായാലും വെയിൽ തുടങ്ങിയാലും കുഴപ്പമില്ല, വർക്കാകുമല്ലോ. വഴി ലെവലായിക്കൊണ്ടിരിക്കുകയാണേ. നാട്ടുകാരാണെ ഇറങ്ങി നിൽക്കുക. വഴി ഓണമൊക്കെ ആയതുകൊണ്ട് വഴിയില്ലാത്തതുകൊണ്ട് ആൾക്കാർ നല്ല പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. എപ്പോൾ വേണേലും അടി കിട്ടാം, കോൺട്രാക്ടറിനൊക്കെ കിട്ടാം, എനിക്കിട്ടും കിട്ടാം. അമ്മാതിരി കളിയാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ, കറക്റ്റ് ഇവിടെ ഇത് വഴി ഇളക്കിയത് തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ ഒരു വീട്ടില്. ആ കല്യാണത്തിന്റെ ആ ഡേറ്റിന്റെ തലേദിവസമായിരുന്നു വഴി ഇളക്കിയത്. അന്ന് തൊട്ട് നല്ല സുഖത്തിൽ നിൽക്കും ആൾക്കാർ. ഇതിപ്പം വാർക്ക കഴിഞ്ഞ് ഓണം വന്നുകൊണ്ടെങ്ങാണ്ട് വന്ന് കോൺക്രീറ്റ് ഇട്ടോടത്ത് ലെവൽ ചെയ്യിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ ബഹളം കൂട്ടുന്നുണ്ട്. ഞാൻ നൈസായിട്ട് ലെവൽ ചെയ്തോണ്ടിരിക്കുന്നു. വണ്ടിയുടെ ഗ്ലാസ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇനി തല്ലുവാണേലും നമുക്ക് ഓണത്തിന് കോൺട്രാക്ട് കൈ കിട്ടിക്കോളും. അരിക്കത്തൊന്നുമില്ല, ഇവർക്ക് വഴി ആവശ്യമുള്ളതല്ലേ. ഓണം അടുത്ത കൊല്ലം കാണും. വഴി ഇന്ന് ശരിയാക്കിയില്ലെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ വഴി ശരിയാക്കണമെന്നില്ലല്ലോ. മര്യാദയ്ക്ക് സഹകരിച്ചിരിക്കുകയാണ് അവർക്ക് തന്നെ നല്ലത്. ശരിയാണോ? നേരത്തെ ഇത്രയും പോലും വീതിയില്ലായിരുന്നേ. ഒരു വണ്ടി കഷ്ടിച്ച് ഇങ്ങോട്ട് JCB ഒരു വിധത്തിലാട്ടോ ഇങ്ങോട്ട് കടന്നത്. ഒരു വീതിയില്ലാത്ത സ്ഥലമായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ വീതി ആയിട്ടുണ്ട്. ഇവിടെ ഒരു വാഹനം എടുത്തപ്പോഴാണ് 2-3 പ്രാവശ്യം ഇടിയൊക്കെ ചെയ്തു. വണ്ടി സൈഡിലോട്ട് പോകുന്ന അവസ്ഥയൊക്കെ വന്നായിരുന്നു. മാത്രമല്ല ഇവിടെ നേരത്തെ ഒരു വണ്ടി ഇവിടെ ചെരിയുകയും ചെയ്തു കേട്ടോ. ഇവിടെ എല്ലാം പാറയാണ്. പാറ ആയതുകൊണ്ട് പിന്നെ ഒരു നടപടിയുള്ള യാത്രയാണ്. പിന്നെ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പണിത് തീർത്ത്. പിന്നെ എന്തൊക്കെയാണ് വീതിയില്ലെന്ന്. ഇത് കോൺക്രീറ്റ് ചെയ്താലേ വഴിക്ക് വീതി ആകത്തുള്ളൂ. എന്നാൽ ഒരു വണ്ടിയും സിമ്പിളായിട്ട് കയറിപ്പോവും. അല്ലാതെ എനിക്ക് പാടാം. ഇപ്പം എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് കയറിപ്പോയാൽ അതിൻ്റെ ഇടയ്ക്ക് നീണ്ടൊക്കെ പണി കേട്ടോ. കല്ലെടുക്കുമോ പരിപാടിയൊക്കെ. ഇതൊരു കൊടും വളവാണ് ഇവിടെ. വളവാണ്. അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വീതിയും കുറവാണ്.
ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഇനി കുറച്ച് വണ്ടി ഓടിച്ച് ലെവൽ ചെയ്യണം. അത് ഓടിച്ച് ലെവൽ ചെയ്തിട്ട് തട്ടിയിടാം. ആ ആ ഓടിച്ചിരുത്തി കഴിഞ്ഞ് ലാസ്റ്റ് ലെവലിൽ നിന്ന് പോവാം. ആ ആ ആ ആ ഇനി എന്നാ എന്റെ വണ്ടി ഓടിച്ചുറപ്പിച്ചിട്ട് ഒന്നുകൂടെ ലെവൽ ചെയ്ത് ബാക്കിലേക്ക് ഇറങ്ങി പോകാനേ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ ചിലപ്പോൾ കുറച്ച് മണ്ണ് വേണ്ടി വരും വിട്ട് വഴി ലെവൽ ചെയ്യാനേ. ഒരു വണ്ടി ഒന്ന് ഓടിച്ച് ലെവൽ ചെയ്തിട്ട് ആ വരുന്ന കുഴിയിൽ ഒന്നുകൂടെ ഒന്ന് തട്ടി ലെവൽ ചെയ്യാം. അപ്പം വണ്ടി വഴി ഒന്ന് ഓടിച്ച് ലെവൽ ചെയ്തു. ഈ താന്ന് പോയിട്ടൊന്ന് മണ്ണിട്ട് ലെവൽ ചെയ്ത് താട്ട് ഇനി പുറകോട്ട് ഇറങ്ങിപ്പോ ഫിനിഷ് ചെയ്ത് പോവാം. ഇവിടുത്തെ വർക്ക് തീരുവാണ്. എന്നാ വെച്ചാൽ ഇനി ഇത് ചെയ്യാനുള്ളത് ലെവൽ ചെയ്ത് പുറകോട്ട് ഇറങ്ങി പോകാനേ ഉള്ളൂ. അതിന് പിന്നെ ലാസ്റ്റ് കോൺക്രീറ്റിങ്ങേ ഉള്ളൂ ഇവിടെ. എല്ലാവരും JCBക്ക് ഇനി ഇവിടെ പണിയില്ല. ഇനി അങ്ങേ അറ്റം കുറച്ച് കെട്ടാനുണ്ട്. ആ കെട്ടി കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പണി വരും, ഒരു അരമണിക്കൂർ. അതിൽ കൂടുതൽ പണിയില്ല. ഇപ്പൊ ഈ സൈഡിൽ നിന്ന് ലെവൽ ചെയ്തിട്ട് ഇനി വീൽ പേസ് താന്ന ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് താട്ടുമോ. അപ്പൊ ആൾക്കാർ അത്യാവശ്യം നടക്കാനും പിന്നെ വണ്ടിയൊക്കെ പോകാറായി. ചേട്ടൻ വന്ന് ഈട്ടാലെ കയ്യാലെ പൊളിക്കരുത് പറഞ്ഞു. നമ്മളായിട്ട് മനഃപൂർവ്വം പൊളിക്കുന്ന പോലെ. വഴിക്ക് വീതിയില്ലെന്നേ. ഇത് കോൺക്രീറ്റ് ചെയ്ത് പെൻറ്റി പിന്നീട് ചെയ്താലേ വഴിക്ക് വീതി ആകത്തുള്ളൂ. നമ്മളെന്താ ചെയ്യാൻ. പുള്ളി അത് ഞാൻ വന്നിരുന്ന് കയ്യാലെ പൊളിക്കുമായിരിക്കും. അതിൽ ആ കയ്യാലെ പൊളിക്കുന്ന പണി ചെയ്തിരുന്നായിരിക്കും പുള്ളി ഓർത്ത്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ടയറും ഇതുമെല്ലാം മുട്ടിമുട്ടി കയ്യാലെ പോകുന്നു. ആ ഒരു അരയടി പൊക്കത്തിന്റെ കയ്യാലേ ഉള്ളൂ. വഴിക്ക് വീതിയില്ല. എന്ത് ചെയ്യാനെന്ന് 3-4 ദിവസമായിട്ട് ഓരോ ഓട്ടോ ഇല്ലായിരുന്നു കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. എന്നാ ചെയ്യാനാ, ഓട്ടോ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ടൊന്നും വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ. ഒരു കിറ്റാച്ചിയുടെ പണി ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്ത് ഇടണം. അത് അടുത്ത ദിവസം ഓണം കഴിഞ്ഞിട്ട് എല്ലാം എടുത്തിടണം. അവിടെ 10-12 ദിവസം പണിയുള്ള. കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, ചെറിയ തടിയേറ്റം ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അന്നേരം ആ തടിയേറ്റം പോയപ്പോൾ ഞാൻ അവനവിടെ പണിയുന്നത് കണ്ടത്. അന്നേരം പറഞ്ഞ് 10 ദിവസത്തിലും പണി കാണും, എപ്പോഴൊരു സമയം പോലെ വന്നാമല്ലോ പറഞ്ഞു. അത് ഞാൻ എടുത്ത് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. പ്ലാറ്റ്ഫോം വെട്ടുന്നത് നമുക്ക് പ്ലാറ്റ്ഫോം വെട്ടാൻ പറ്റിയില്ലേനും പിച്ചാച്ചി വെട്ടുന്നതിനും കാണിച്ചു തരാം. ഓക്കെ, ആള് നോക്കി നിൽക്കുക കേട്ടോ. കയ്യാലെ പൊളിക്കുന്നുണ്ടോന്ന് അറിയാതെ. ഇപ്പൊ കറക്റ്റ് വീതിയേ ഉള്ളു. കയ്യാലെ എന്നാലും പൊളി. പുള്ളി അവിടെ വട്ടം കൂടി നിൽക്കുക. എന്ത് ഒരടി പോലും അനങ്ങുന്നില്ല. ഇപ്പൊ തിരിയുമ്പോ കാണാവേ. അവിടെ ഒന്നും നിൽക്കുക. ആ സൈഡ് കയ്യിൽ ഈ ബക്കറ്റ് ഇരിക്കുന്നതിന്റെ സൈഡിൽ വന്ന് പുള്ളി ഇരിക്കുന്നുണ്ടോ. പുള്ളിയുടെ കയ്യാലെ തുടരുന്നാ പറഞ്ഞേക്കുന്നത്. കയ്യാലെ പോയ പുള്ളി ഇന്ന് ഒച്ചപ്പാടുണ്ടാക്കും, ഉറപ്പാ. കയ്യാലെ കളയാൻ നോക്കണമല്ലോ, വലിയവന്റെ പറമ്പല്ലേ. അത് നമ്മൾ ശ്രദ്ധിക്കണം, പരമാവധി ശ്രമിക്കണം. നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും. ഇത്ര വലിയ വണ്ടി ഇടക്കട കയറുമ്പോൾ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ തട്ടുമൊക്കെ ചെയ്യും. വലിയ മരത്തെ കയറി മനഃപൂർവ്വം മാന്തുന്നില്ലല്ലോ. അബദ്ധവശാലൊക്കെ വന്ന് മാന്തുന്നല്ലേ ഉള്ളൂ. പിന്നെ പുള്ള നിൽക്കുന്നുണ്ട. പിന്നെ ഇവിടെ നോക്കി നിൽക്കുക, നോക്കി. ഇത്രയും പാട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീരുവാ. കോൺട്രാക്ടറാണ് കൈയും കാലും പറ്റി കാണിച്ചോണ്ടിരിക്കും എപ്പോഴും.
അവിടെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇത് പുള്ളി വല്ലോ കോൺക്രീറ്റ് ചെയ്യുകയോ മെഷീനടിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. മറക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആ പുള്ളിയാണ് കിടന്ന് കൈകൊണ്ട് കാണിക്കുക. എനിക്ക് അരിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അരിക്കും. നമ്മൾ ആക്ഷൻ കാണിക്കുക, നമ്മൾ വണ്ടിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അല്ലെ പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കും. പുള്ളിയുടെ രീതി പറയുന്നതാണ്. നമ്മൾ പണികൾക്കൊരു ബുദ്ധിമുട്ടാണ് കാണുമ്പോഴേ. എന്നുള്ള പാടെ വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ലെവൽ ചെയ്യുകയാണേ. ഏതാണ്ട് നിമിഷം കൂടെ ഉള്ളു പണി. ഇന്ന് പണി നിർത്തിയാൽ ഇനി ഓണം കഴിഞ്ഞുള്ളൂ. പണിയൊന്നുമില്ല, എന്നാലും വേറെ പണിയില്ലല്ലോ. ഓണം കഴിഞ്ഞ് പ്രതീക്ഷിക്കാം ഇനി പണി ഉണ്ടാവുമെന്ന്. മഴ മാറിയാൽ രക്ഷപ്പെട്ടു. അല്ലെ പിന്നെ പണ്ടത്തെ അവസ്ഥ തന്നെ, പണ്ടത്തെ അതേ അവസ്ഥ തന്നെ. ഈ വർഷമൊക്കെ ഇതുപോലെ പണിയില്ലാതെ വന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം ഇത്രയും കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഇതിന് പണിയുണ്ടായിരുന്നു. ഇപ്പൊ ഓരോ വർഷം കൂടുമ്പോഴും വർക്ക് കുറഞ്ഞ് വരും. JCBയുടെ ഹിറ്റാച്ചിയുടെ വർക്ക്, ഹിറ്റാച്ചി വന്നതോടുകൂടി JCBയുടെ ഒരുമാതിരിപ്പെട്ട പണിയെല്ലാം ഹിറ്റാച്ചി ചെയ്യാൻ തുടങ്ങി. ലെവലിൽ കിടന്ന് ഹിറ്റാച്ചി ചെയ്യാൻ തുടങ്ങി. കേരള പിന്നെ പോട്ടെ, കേരള ഹിറ്റാച്ചി കളഞ്ഞാലും കുഴപ്പമില്ല. ബാക്കി പണിയാലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യും JCB? നമ്മുടെ കട്ടയം പടം മടക്കുകയല്ലേ. വർക്ക് കഴിഞ്ഞേ, ബാക്കി സകല ആൾക്കാർ പോയി. ലാസ്റ്റ് ഇത് രണ്ടുപേര് മാത്രം ഇപ്പം ഉണ്ട് കേട്ടോ. ലൈവ് സോപ്പിന്റെ പരസ്യത്തിനകത്ത് കാണുന്നത് ചിരിച്ചാണ് ആള്. മറ്റേ പിള്ളി കയ്യാലെ കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് അവളൊന്ന് പോയിട്ടേ ഇല്ല കേട്ടോ. വെയിൽ കൊണ്ട് നിൽക്കുമായിരുന്നു. അവിടെ കോൺട്രാക്ടർ ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് ഒരു ബില്ല് കൊടുക്കട്ടെ. അങ്ങനെ ഈ ഭാഗം മൊത്തം വഴി ലെവൽ ചെയ്തിട്ടോട്ടെ. ഇതെന്താണ് കുറച്ച് മണ്ണോടെ ഇടേണ്ടി വരും. ലാസ്റ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മണ്ണോടെ ഇട്ട് പൊക്കിയിട്ട് വേണം കോൺക്രീറ്റ് ചെയ്യാൻ. അവിടെ എവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുണ്ട് ഫില്ല് ചെയ്യാൻ മണ്ണ്. പ്രത്യേകിച്ച് ലീവൊന്നുമില്ല. ഓണത്തിനുള്ള ലീവ് എടുക്കുക. ഓണത്തിന്റെ പേര് പറഞ്ഞു ദിവസം ലീവായിരുന്നു. ദിവസം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ലീവ് തന്നെയായിരുന്നു. ഇപ്പൊ പ്രത്യേക ലീവാണ്. പ്രത്യേക എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ ലീവ്. ഓണത്തിന്റെ ആളും ലീവ് എടുക്കുമല്ലോ. ആ രീതിയിലുള്ള ലീവാണിത്. പിന്നെ പണി ഉണ്ടെങ്കിൽ ലീവെന്ന് പറഞ്ഞൊരു ലീവ് എടുക്കുക. അങ്ങനെ അടുത്ത വീഡിയോയ്ക്കൊന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.